ഡോക്ടർ ലാലേ, ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലോ അല്ല ഒരു ആഫീസ് പൂട്ടിക്കുക. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കാൻ 10 ദിവസം നിങ്ങൾ കാത്തിരിക്കൂ. ആ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിധി അറിയാം. ആ വിധിയാണ്, ജനവിധിയാണ് ഏറ്റവും വലിയ വിധി കേട്ടോ. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. ഡോക്ടർ സമ്പത്ത്, ഇക്കാര്യത്തിൽ എന്താണ് ജനം തീരുമാനിക്കുക എന്ന കാര്യത്തിലാണല്ലോ 10 ദിവസം കഴിഞ്ഞ് ജനം തീരുമാനിക്കുന്നതാണ് വിഷയം. ഇതാണ് സ്ത്രീ സുരക്ഷ. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവിടുത്തെ വിഷയം. നേരത്തെ പറഞ്ഞ സുശീൽ ശർമ്മയുടെ കാര്യത്തിൽ എന്താണ് ജനം പിന്നീട് തീരുമാനിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ അത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിഷയമൊക്കെ പലയിടത്തും. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതും കൂടി അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഡോക്ടർ ലാലെ, ഞാൻ ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഇപ്പോൾ ഞാനൊരു സുപ്രീം കോടതി വരെ പോയൊരു കേസുമായി ബന്ധപ്പെട്ട് അതിലെ സംഭവത്തെ സംബന്ധിച്ചും ഞാൻ 1996 ആദ്യമായി 11ാം ലോക്സഭയിൽ ഞാൻ അംഗമായി ഡൽഹിയിലെത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ എനിക്ക് ആ പാവപ്പെട്ട ആ അമ്മയെ എനിക്കറിയാം. അതിനുശേഷം പതിറ്റാണ്ടുകളോളം ഞാൻ അവിടെ പോകുമ്പോൾ അവരെ കാണുകയും ഒക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഇതുകൂടി അങ്ങ് പറയുകയാണ്. ആ കേസിൽ മൊഴി മാറ്റി പറയുന്നതിന് വേണ്ടി അക്കാലത്ത് അവരെന്നോട് പറഞ്ഞിട്ടുള്ള വാചകമാണ്, 1 ലക്ഷം രൂപ അവരുടെ ഗാവിൽ അവർക്കൊരു നല്ല വീട്, ഒരു ബീഹാറിൽ നിന്ന് പണ്ട് കുടിയേറിയവരാണ്, അവരുടെ തിരിച്ചങ്ങ് പൊക്കോളൂ, അവിടെ വീട്ടിൽ നല്ലൊരു വീട്, അതടക്കം ആ സ്ത്രീക്ക് ഓഫറുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ആ സ്ത്രീ പറഞ്ഞതാണ്, ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ പറയില്ല, ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും ഞാൻ എവിടെയും പറയും എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഭാഗ്യവശാൽ ആ സ്ത്രീ ജീവിച്ചിരുന്നു. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത 2-3 വർഷമായി ഞാൻ കണ്ടിട്ടില്ല അവരെ. ഇവിടെ ഇപ്പോൾ ഇതിന് സമാനമായ ഒരു കാര്യം ഇവിടെ ഉണ്ടാവുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിൻ്റേത് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ദ ബോഡി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, അതിന് ഈ അന്താരാഷ്ട്ര ഈ കൺവെൻഷനുകളിലും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിലും എല്ലാം പറയും ദ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നുള്ളത്. എൻ്റെ അനുമതിയും എൻ്റെ സമ്മതവുമില്ലാതെ എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ആൾട്രേഷൻസ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യം, മെഡിക്കൽ ടെർമിനോളജി ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിന് മറ്റൊരാൾ നിർബന്ധിക്കുക എന്നത് കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞാൽ റേപ്പ് മാത്രമല്ല, ഒരു കൺസെൻറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് അത് മാത്രമൊന്നുമല്ല. ആ കൺസെൻറ്റ് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളതും അവിടെ ബാധകമാണ്. തീരുന്നില്ല, അവിടെ ഈ ഗർഭധാരണത്തിന് നിർബന്ധിക്കുക എന്നുള്ളത് അത് മാത്രമല്ല, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, ഇതിൻ്റെ മെൻ്റൽ ട്രോമ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, അത് നിയമത്തിന് മുമ്പിൽ അതെല്ലാം അതൊരു വല്ലാത്ത ഒരു മാനമാണ്. അതൊരു നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, സ്ഥാവരജംഗമ വസ്തുവിൻ്റെ അതിൻ്റെ മേലുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ അത് കടത്തിക്കൊണ്ടു പോകലോ അല്ലെങ്കിൽ അതിൻ്റെ മോഷണമോ അതല്ലെങ്കിൽ റോബറിയോ അത്തരം കാര്യങ്ങളല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ ജീവനാണ്, മനുഷ്യൻ്റെ മാനമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഈ പറയുന്നതായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്ന സമയം എന്നുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് ഇന്ത്യൻ പീനൽ കോഡ് നിലവിലിരിക്കുമ്പോൾ എന്തായാലും ഈ പറയുന്ന കാര്യത്തിലെല്ലാം ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം അന്നത്തെ CRPCക്ക് സമാനമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും ആ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുറ്റത്തിനുള്ള ശിക്ഷ ഡിഫൈൻ ചെയ്യും കുറ്റത്തെ, അതിനനുസരിച്ചാണ് ഇതിൻ്റെ ശിക്ഷ വരിക. അത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മളതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണോ കാണേണ്ടത്? അങ്ങനെയാണോ കാണേണ്ടത്? അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ BJPയുടെ സഖ്യകക്ഷി അതിൽപ്പെട്ടതായിട്ടുള്ള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ നമ്മുടെ ഈ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആനന്ദ് കുമാർ സിംഗ് എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഈ ജൻസുരാജ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനൊരു നേതാവിനെ വധിച്ച കേസിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, ജയിലിലാണ്. ഒരു തമാശയായി പോലും, ക്രൂരമായ തമാശ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ 3 പേര് മാധ്യമപ്രവർത്തകരാണല്ലോ. ഒരു പത്രത്തിലെ ഒരു കാർട്ടൂണാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന കാർട്ടൂണാണ്. ജയിലിലെ ഉദ്യോഗസ്ഥരെ 2-3 പേര് വളഞ്ഞു നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായി നമ്മൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹം ജയിൽ വകുപ്പിൻ്റെ മന്ത്രിയായേക്കും, അതുകൊണ്ട് നന്നായി നമ്മളല്ലോ അദ്ദേഹം പറയുന്നത് അനുസരിക്കണം എന്നുള്ളതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു MLA എന്നത് ഒരു ഭരണഘടനാ പദവി, ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ആളാണ്.
സാധാരണ നിലയിൽ നമ്മൾ അത്തരത്തിൽ എല്ലാ ജനപ്രതിനിധികൾക്കും അത് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നാലും ഇന്ന് ഭരണഘടനാപരമായിട്ടുള്ളൊരു ചുമതലയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയ കക്ഷി എടുക്കേണ്ടതായിട്ടില്ല. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ആ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം ഇവിടെ ഇങ്ങനെ ലാൽ കാണിച്ചപ്പോൾ ഭാഗ്യവശാൽ ഈ പുറകിൽ കുറേ ഈ നല്ല ഗ്രന്ഥങ്ങൾ അടുക്കി വെച്ചിരുന്നതിൽ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അറ്റ് ഗ്ലാൻസ് കാണാനിടയായി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ ഷെൽഫിൽ വെച്ചിരിക്കാതെ എപ്പോഴെങ്കിലും അതൊന്ന് പൊടിതട്ടിയെടുത്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ വായിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഒരു 3 പുസ്തകത്തിനപ്പുറത്ത് ഇന്ത്യയെ കണ്ടെത്തൽ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ യുവ കോൺഗ്രസ് നേതാവിന് ഇത്തരത്തിൽ ജനപ്രതിനിധി ആയ ആളിനും അദ്ദേഹത്തെ സംരക്ഷിക്കാനായി നടക്കുന്ന മറ്റ് ജനപ്രതിനിധികളായ കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർക്ക് ഇങ്ങനൊരു ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അത് അവരുടെ ഗതികേട് മാത്രമല്ല, ഈ നാടിൻ്റെ ഗതികേടായി ഇത്തരത്തിലുള്ള വിഴുപ്പ് ഭാണ്ഡങ്ങൾ വെച്ചുകെട്ടലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഈ പറയുന്ന ഈ സ്ത്രീകളെ, പെൺകുട്ടികളെ, യുവതികളെ അവരെ അടക്കം സമൂഹ മധ്യത്തിൽ വല്ലാതെ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സൈബർ ആക്രമണമുണ്ടല്ലോ. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ദയവ് ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളെ തങ്ങളുടെ വിസർജന പാത്രങ്ങളാക്കരുത്. ഒരാളുടെ ടോയ്ലറ്റിൽ വ്യക്തിപരമായി അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും അവർ നിർവഹിക്കുകയും പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ അമ്മപങ്ങന്മാർ കേട്ടാൽ അറയ്ക്കുന്നതായിട്ടുള്ള നിലയിലേക്കുള്ള അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കൂലിയെഴുത്തുകാരെ കൊണ്ടും പണം കൊടുത്തിട്ടും അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റു പലതിലും എല്ലാം അത്തരത്തിൽ സ്പോൺസേഡ് പരിപാടികൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് ചെയ്യരുത്. അത്തരത്തിൽ അവർ ചെയ്യുന്നത് അവർ തന്നെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മറ്റിപ്പോഴും കോൺഗ്രസ്സുകാർ പലരുണ്ട്. ശിവകുമാർ ചേട്ടൻ ജീവിതകാലം മുഴുവനും അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല കോൺഗ്രസ്സുകാരനായി തന്നെ മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴും നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷി, ആ രാഷ്ട്രീയ കക്ഷികളിൽ ഒരുപാട് നല്ല ആളുകൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ മുഖത്തേക്ക് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാനായി ഇത്തരത്തിൽ ചില ആളുകൾ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ അവിടെ മാറ്റണം. ഇത്തരത്തിലുള്ള അബദ്ധസഞ്ചാരങ്ങൾ നടത്തുന്നവരെ, അഴുകിയ മനസ്സുമായി നടക്കുന്നവരെ അവിടെ നിന്ന് മാറ്റണം. അവിടെ ഒരു സർജറി ആവശ്യമാണെങ്കിൽ മനുഷ്യ ശരീരത്തിലായിരുന്നാലും അത് മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റുക തന്നെ വേണം. വൺസ് യു ഡിസൈഡ് ടു ഡിറ്റാച്ച്, ഇറ്റ് ഷുഡ് ബി ഡിറ്റാച്ച്ഡ് ഫോർ എവർ. റൈറ്റ്.